ഹലോ ഡിയേഴ്സ്, ഇന്ന് അലാറം മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം 5:15. ഇന്നൊരു മോർണിംഗ് എക്സാം ഡ്യൂട്ടി ഉണ്ട്. 6:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. പെട്ടെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് റെഡിയായി വണ്ടിയുമായി ഇറങ്ങി. മുഴുവൻ ഇരുട്ട് പിടിച്ച് നിന്നിരുന്നു. നിശബ്ദതയിലൂടെ വണ്ടി പാഞ്ഞു നീങ്ങി. അവിടെ നിശബ്ദത എന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ തോന്നി. വഴിവിളക്കുകളൊന്നും അണഞ്ഞിട്ടില്ല. വളരെ ജാഗ്രതയോടെയും നിശ്ചയദാർഢ്യത്തോടെയും മുന്നോട്ട് നീങ്ങി. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആകാശം മൃദുവായ നീല നിറത്തിലായിരുന്നു. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചായക്കടകൾ തുറന്നിട്ടുണ്ട്. ഇവിടുന്ന് ആവി പറക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ചുയരുന്നതേയുള്ളൂ. അങ്ങനെ ഓടി തണുത്ത് വിറച്ചുകൊണ്ട് ക്യാമ്പസ് ഗേറ്റിലെത്തിയപ്പോൾ ഒരു തണുത്ത കാറ്റെന്നെ വരവേറ്റു. അവിടെയും രാത്രി ലൈറ്റുകൾ അടഞ്ഞു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമ്പസ് ഉറക്കമുണർന്നതേയുള്ളൂ. പെട്ടെന്ന് ക്ലാസ് മുറികളിലേക്ക് നടന്നു. അവിടുത്തെ ഇടനാഴികളിൽ എൻ്റെ ചവിട്ടുപടികൾ പ്രതിധ്വനി മുഴക്കിക്കൊണ്ടേയിരുന്നു. പേപ്പറുകൾ ക്രമപ്പെടുത്തി ക്ലാസ് റൂമിലേക്ക് കടന്നു. ജനലുകൾ തുറന്നു മുറി തയ്യാറാക്കി. അപ്പോഴും ജനലുകളിലൂടെ കാറ്റെന്നെ ചേർത്ത് പിടിക്കുന്നതായി തോന്നി. അതെന്നെ ഉന്മേഷത്തിലാക്കി. പരീക്ഷയ്ക്കുള്ള കുട്ടികൾ വന്നുകൊണ്ടേയിരുന്നു. പ്രതീക്ഷയോടെയും ഉറക്കച്ചടവോടെയും എല്ലാം അവരുടെ മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ അവരെ വരവേറ്റു. ശുഭപ്രതീക്ഷ നൽകി. എക്സാം ആരംഭിച്ചു. അവരുടെ ബെഞ്ചുകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചുവടും ഒരു ഓർമ്മപ്പെടുത്തലായി തോന്നി. അവരുടെ നാളെ ഇന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ അവരുടെ രക്ഷാകർത്രിയാണ്.